ഹായ് കൂട്ടുകാരെ, ഒരു വേടൻ്റെ കഥ കേട്ടോ. പണ്ട് കാലത്ത് ഈ വിഷ്ണുവിൻ്റെ ഹിന്ദു ദൈവങ്ങളിലെ വിഷ്ണുവിൻ്റെ ഒരു പുരാണം ഉണ്ടായിരുന്നു. ആ പുരാണത്തിൽ രാമൻ്റെ ശ്രീലങ്കയിൽ പോകുന്ന, ഇപ്പോൾ ശ്രീലങ്ക പോയ സുഖമായി രാമനൊക്കെ പോയ തമിഴ് പുള്ളിയുണ്ട്. അന്ന് അമ്പുമില്ലൊക്കെ ഉള്ളു. ഇപ്പോൾ ചെന്ന് ആടിക്കഴിഞ്ഞാൽ അവരെ ബോംബും കോപ്പൊക്കെ ഉണ്ട്. പ്രഭാകരൻ എന്നൊരു വില്ല ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നിന്ന് ശ്രീരാമൻ ചാടിയായിരുന്നെങ്കിൽ ശ്രീരാമൻ അമ്പെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ബ്രഹ്മാസ്ത്രം പാണിന്ന് മുമ്പേ അമര വല്ല മിസൈല ബോംബൊക്കെ ഇട്ട് കൊന്നാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഇപ്പം ഈ നമ്മൾ പറഞ്ഞതുപോലെ ശ്രീലങ്കയിലെ ഒരു കഥ പറഞ്ഞതുപോലെ എല്ലാം നല്ല കറുത്ത അതിമനോഹരമായ സുന്ദരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് സർക്കാരിൻ്റെ ഒരു പുരടമാണ്. കൃഷിയും ഒന്നും ചെയ്യുന്നില്ല. കൃഷിക്ക് ആനുകൂല്യം കൊടുത്തിട്ട് കൃഷി ചെയ്യാത്ത ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളം മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ ചാനൽ അങ്ങോട്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്ത് കയറുന്നില്ല, ഒന്നും കയറുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം പലവൻ്റെ വീഡിയോ മോട്ടിച്ചിട്ടിട്ട് തുണി മാറി ഉടുത്ത് ചാടുന്ന് കളിക്കുന്ന പല അഭ്യാസം കാണിക്കുന്ന എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആവുന്നില്ല. എൻ്റെ ചാനൽ എനിക്കിപ്പോൾ ആരെ ഇഷ്യൂസ് അടിച്ച് എൻ്റെ ചാനലിൽ ഇപ്പം പലവട്ടം ആരായിരിക്കും റിപ്പോർട്ട് അടിച്ച്. എന്തിനാടാ നിങ്ങളൊക്കെ റിപ്പോർട്ട് അടിക്കുന്നത്? വല്ല കേട്ടിട്ട് എന്താണെന്ന് ഇപ്പം പി ഒരു ഊത്ത് വേണം. ഒരു പാട്ടിറങ്ങിയാൽ അതിൻ്റെ ഒരു 150 പാവാടയും ഡ്രസ്സും മാറിയിട്ടിട്ട് നിങ്ങളൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എനിക്കൊരു കോപ്പം വേണ്ട. മനസ്സിലായില്ലേ? ഞാൻ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കും. 35,000 രൂപ ഇപ്പോൾ ഫോൺ പഠിച്ചത്. ക്ലാരിറ്റി ഇല്ല പോലും. ക്ലാരിറ്റിയുള്ള ഫോണാണ് പഠിച്ചേക്കുന്നത്. എന്തിനാണ് പഠിച്ചേക്കുന്നത്? നിങ്ങൾക്ക് എനിക്കും വേണ്ടി അടിച്ചു പിടിക്കുക. എൻജോയ് ജീവിതം, പരമാനന്ദ സുഖം. നിങ്ങളെല്ലാം ഇടണം. ആൾക്കാർ കണ്ടെന്നോ സബ്സ്ക്രൈബ് ചെയ്തെന്നോ അല്ല, എല്ലാവരെയും കാണിക്കണം. അതാണ് നമ്മൾ ന്യൂ ജനറേഷൻ. പറഞ്ഞാൽ മനസ്സിലായോ? SK കേരള ഇന്ത്യ.